നമസ്കാരം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് നൽകിയ ഉറപ്പ്. എന്നാൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തുവെന്ന് പ്രോസിക്യൂട്ടർ തന്നെ സമ്മതിക്കുന്നു. ഒരേ സമയം ഇരകൾക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഓടുകയാണോ BJP? ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ വേട്ടയെ രാഷ്ട്രീയമായി ചേർക്കാനുള്ള ആർജവം ഈ അനുഭവങ്ങളിലൂടെ ക്രൈസ്തവ സഭാ നേതൃത്വം നേടുന്നു. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി നിതീഷ് നാരായൺ, CPM വക്താവ്, കോൺഗ്രസ് വക്താവ് റിജിൽ മാക്കുറ്റി, അൽമായ മുന്നേറ്റം പ്രതിനിധി റിജു കാഞ്ഞുകാരൻ, ലത്തീൻ സഭാ പ്രതിനിധി പാട്രിക് മൈക്കൽ, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ. ആദ്യം ഷാബു പ്രസാദിലേക്ക്. ഷാബു പ്രസാദ്, ഇത് എന്താണ് ഇങ്ങനെ? അമിത്ഷാ നൽകിയ ഉറപ്പാണ് എംപിമാർക്ക് പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന്. അതേസമയം പ്രോസിക്യൂട്ടർ തന്നെ സമ്മതിക്കുന്നു, ട്രയലിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്ന് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞുവെന്ന്. ഇതൊരു ഡബിൾ പ്ലേ ആണോ? ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് അമിത്ഷാ പറഞ്ഞു എന്ന് നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു ഇംപ്രഷൻ സൃഷ്ടിച്ചതും പറഞ്ഞതും ആരാണ്? എന്തായാലും അമിത്ഷാ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ആ സ്റ്റേറ്റ് സബ്ജക്റ്റിൽ അത് പൂർണ്ണമായും അങ്ങനെ അവിടെ കോടതിയിൽ FIR കൊടുത്തിരിക്കുന്ന സംസ്ഥാനം കക്ഷിയായിരിക്കുന്ന ഒരു കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അങ്ങനെ പറയുന്ന ഒരു അപക്വമതി അല്ല എന്തായാലും അമിത്ഷാ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കേരള എംപിമാർ ചെന്ന് പറഞ്ഞിട്ടുണ്ടാകും, ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം, ഞങ്ങള് തീർച്ചയായും നീതി നടപ്പാക്കുന്ന രീതിയിൽ ഞങ്ങളെ പറയാവുന്ന രീതിയിൽ പറയാം, ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം. അതിനപ്പുറം എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെ അമിത്ഷാ ഉറപ്പ് തന്നിട്ടുണ്ട്, എതിർക്കില്ല എന്ന്. ഇവിടെ പുറത്തു വന്ന് വ്യാഖ്യാനിച്ചത് അക്കാര്യം അവരുടെ പ്രതീക്ഷ ഏതായിരിക്കാം, അങ്ങനെയായിരിക്കും അവർക്ക് തോന്നിയത്. അതിനെ ചൂട് പിടിച്ചുകൊണ്ട് ഉണ്ടാകുന്ന വ്യാഖ്യാനമാണ് ഇപ്പോഴുള്ളത്. ഇനി എന്തായാലും രാജീവ് ചന്ദ്രശേഖറും സമാനമായ കാര്യമാണ് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, ഇപ്പോൾ ഛത്തീസ്ഗഡിലുള്ള ഷോൺ ജോർജ് ആകട്ടെ, അനൂപ് ആന്റണി ആകട്ടെ, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് കഴിയുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യം നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരു ഗവൺമെന്റിന്, ഒരു മന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക്, ഗവൺമെന്റിന് ഒക്കെ ഞങ്ങൾ അതേ സർക്കാർ കൊടുത്ത ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു ജാമ്യാപേക്ഷ ഞങ്ങൾ ഒരിക്കലും എതിർക്കില്ല എന്ന് പറയാൻ കഴിയില്ല ജിൻസെ. അത് കേരള സർക്കാരിനായാലും കഴിയില്ല, ആർക്കും അത് കഴിയില്ല. എതിർക്കില്ല എന്ന് പറയാൻ കഴിയില്ല. എതിർക്കില്ല എന്ന് പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഷാബു പ്രസാദ്. അങ്ങക്ക് ഓർമ്മയ്ക്കുണ്ടെങ്കിൽ അങ്ങക്ക് വളരെ എളുപ്പത്തിൽ ഓർമ്മ കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാം. K. സുരേന്ദ്രനെതിരെ നടന്ന മറ്റേ ഉദുമയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസ് സംസ്ഥാന സർക്കാരാണ് വാദി. പ്രോസിക്യൂട്ടറായത് അഡ്വക്കേറ്റ് C. ഷുക്കൂർ വക്കീൽ. സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ എതിർത്തില്ല. എതിർക്കാതിരിക്കാൻ പറ്റും, പക്ഷേ ആ കേസ് കോടതിയിൽ വരുന്നതിനും അല്ലെങ്കിൽ ആ വാദം വരുന്നതിന് മുമ്പ് ഞങ്ങൾ എതിർക്കില്ല എന്ന് അഡ്വാൻസ് ആയിട്ട് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എത്രയോ കേസുകളുണ്ട്, എതിർക്കാതിരിക്കുന്ന കേസുകളുണ്ട്, എതിർക്കാതിരിക്കാൻ പറ്റും. പക്ഷേ അത് ഞങ്ങൾ കോടതിയിൽ പറയാൻ പോകുന്നത് ഇന്ന കാര്യമാണ് എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. നോക്കൂ, ഒരു പ്രോസിക്യൂട്ടർ സ്വീകരിക്കുന്നത് ഒരു സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ നിലപാടാണ്, ഒരു കേസിനുള്ള സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ നിലപാടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പറയുന്നത്, ആ കന്യാസ്ത്രീകൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അവർ നിരപരാധികളാണ്. അത് BJP സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടാണ്, BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാടാണ്. ഈ നിലപാട് BJP കേന്ദ്ര നേതൃത്വത്തെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധരിപ്പിക്കാനാണല്ലോ ഇവർ പോയത്. ആ നിലപാടിലൊരു കൺസേൺസ് രാജ്യം മുഴുവൻ BJPക്ക് ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് കേരളത്തിലെ BJP അധ്യക്ഷൻ ഡൽഹിയിൽ പോകുന്നു, അവരെ കാണുന്നു, ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഒരു ഗവൺമെന്റ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, ഇപ്പം ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് എങ്കിൽ പോലും പറയുമ്പോൾ, ഒരു ഉറപ്പുകൾ കൊടുക്കുമ്പോൾ അതിന് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൂടെ. ഞങ്ങളിലേക്ക് വരാം. ചെറിയൊരു നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. ശ്രീ നിതിൻ നാരായണൻ ഇവിടെ, നിതീഷ് നാരായണൻ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ജോൺ ബ്രിട്ടാസ് MP ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അമിത്ഷാ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് എന്നാണ്. അതായത് കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് നൽകിയ ഉറപ്പാണ് എന്നാണ്. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? ആ ഉറപ്പ് ലംഘിക്കപ്പെട്ട അനുഭവമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ ഇടതുപക്ഷ MP മാർക്ക് മാത്രമാണോ എന്നുള്ളത് അറിയില്ല.
രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് ഉറപ്പാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇതത്ര അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകിയ ഒരു വാഗ്ദാനത്തിൻ്റെ അപ്പുറത്ത് അത് പാലിക്കാനുള്ള ആർജവും സത്യസന്ധതയൊന്നും ഉള്ള ആളുകളല്ല BJPയുടെ നേതൃത്വം. അതവർ ചെയ്താൽ ഉത്തരേന്ത്യയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ വിദ്വേഷവും വർഗീയതയും വിഭജന യുക്തിയും പടർത്തിക്കൊണ്ടുള്ള അവരുടെ പ്രചരണത്തെയാണത് ബാധിക്കുക. അപ്പം ഞാൻ കുറച്ചു നേരത്തെ BJPയുടെ പ്രചരണ ഹാൻഡിലുകൾ നോക്കുകയായിരുന്നു, പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലുള്ളത്. മനുഷ്യക്കടത്ത് നടത്തുന്ന ആളുകളായിട്ടാണ് ഈ നഴ്സുമാരെ, ഈ സിസ്റ്റേഴ്സിനെ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആളുകളായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടുള്ള വലിയ ക്യാമ്പയിനാണ് ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട്. അവരുടെ കൂടെ നിൽക്കുന്ന ആ കന്യാസ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ തീവ്രവാദികളായിട്ടാണ് അവർ ചിത്രീകരിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുക? അതുകൊണ്ട് ഇതിൽ അതിശയകരമായിട്ട് യാതൊന്നുമില്ല. ഇത് തന്നെയായിരിക്കും BJPയുടെ നിലപാട്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് അവർ ഇവിടെ ഈ പറയുന്ന ഉത്തരേന്ത്യയിലാകെ എവിടെയെല്ലാം അവർക്ക് സ്വാധീനം നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ അതവർ നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാ ജാമ്യം? ശരിക്കും നമ്മൾ പറയാറുണ്ട് ജാമ്യമാണ് ഒരു മനുഷ്യൻ്റെ അവകാശം. ജയിലെന്ന് പറയുന്നത് വളരെ എക്സെപ്ഷണൽ കേസിൽ മാത്രമുള്ളതാണ്. ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ, ബെയിൽ ഷുഡ് ബി ദ റൈറ്റ് എന്നുള്ളതാണ്. ജാമ്യമായിരിക്കണം അവകാശം. എപ്പോഴാണ് ജാമ്യത്തെ എതിർക്കുക? അതായത് കേസന്വേഷണത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് പ്രതികൾ പുറത്തുണ്ടായിക്കഴിഞ്ഞാൽ, കുറ്റാരോപിതർ പുറത്തുണ്ടായിക്കഴിഞ്ഞാൽ അത് ബാധിക്കും എന്ന് ഉറപ്പുള്ളപ്പോഴാണ് ജാമ്യാപേക്ഷയെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എന്നാൽ ഇവിടെ ആരാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് എത്രയോ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചരിത്രം, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇവർ അപകടകാരികളാണ് എന്നാണ് ഇന്നും BJP പറയുന്നത്. ഛത്തീസ്ഗഡ് ഗവൺമെന്റ് പറയുന്നത് അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകൾ അവർ അപകടകാരികളാണ്, അവർ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം അവർക്കുണ്ടാകരുത്, അവർ തടവിൽ ഒരു പായ പോലുമില്ലാതെ കട്ടിലില്ലാതെ അവർ നരകിച്ച് കഴിയണം, പറ്റുമെങ്കിൽ സ്റ്റാൻ സ്വാമി മരിച്ചതുപോലെ അവർ അവിടെ കിടന്ന് നരകിച്ച് മരിക്കണം എന്നാണ് അവർ പറയുന്നത്. ആ മരണത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതിൻ്റെ തുടർച്ച മാത്രമാണ് ഇന്ന് നമ്മൾ കോടതിയിൽ കണ്ടിട്ടുള്ളത്. ശരി, ഞാൻ റിജിലേക്ക് വരാം. ഷാബു പ്രസാദ് അങ്ങായിട്ടുള്ള ഇടയ്ക്ക് മുറിഞ്ഞുപോയി. ഇവിടെ ഇവർ എന്തോ ഒരു വലിയൊരു കുറ്റം ചെയ്തു എന്നൊരു ബോധം BJP സംസ്ഥാന നേതൃത്വത്തിനില്ല. ഈ മനുഷ്യക്കടത്ത് എന്ന ആരോപണവും ഫോഴ്സ്ഡ് കൺവേർഷൻ എന്നുള്ള ആരോപണവും കേവലം ആരോപണം മാത്രമാണ്, തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ വാദം. അതേസമയം BJPയുടെ ഛത്തീസ്ഗഡ് ഘടകമോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഈ BJP സംസ്ഥാന നേതൃത്വത്തിലുള്ളവരല്ലാത്ത സംഘപരിവാർ അനുകൂലികളൊന്നും അതൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ ശശികല ടീച്ചറാവട്ടെ, TP സെൻകുമാർ ആകട്ടെ, RSS പ്രചാരകരാകട്ടെ, അവർ പറയുന്നത് ഇവർ എന്തോ വലിയ കുറ്റം ചെയ്തെന്നാണ്. അപ്പോൾ ഈ കുറ്റം ചെയ്തോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു പൊതുബോധം BJPക്ക് അകത്തും സംഘപരിവാറിനകത്തും ഇല്ല. ആ ഒരു അഭിപ്രായ ഭിന്നത അല്ലേ ഇന്ന് കോടതിയിൽ കണ്ടത്? ഇല്ല, ഇതിൻ്റെ അകത്ത് ഇവിടെ ഓരോ BJP അല്ലെങ്കിൽ സംഘപരിവാർ എന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ ഇവിടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്, അതിന് വില കൽപ്പിക്കാറുമുണ്ട്. അതിനുള്ള ഒരു വിലക്കും ഇവിടെ ഇല്ല. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ സംഘപരിവാർ എന്നുള്ള പറഞ്ഞ ആ സെറ്റപ്പിനെ നിങ്ങളുടെ സംഘടനാ ബോധം വെച്ച് വിലയിരുത്തുന്നതുകൊണ്ടുള്ള പ്രശ്നമാണത്. ഒരു കാര്യം സംസ്ഥാന നേതാവ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കണം എല്ലാവരുടെയും, അത് അംഗീകരിച്ചു കൊള്ളണം, അല്ലാത്തവൻ പടിക്ക് പുറത്താണ്, കടക്ക് പുറത്ത് എന്നുള്ള ഏർപ്പാടല്ല ഇവിടെ. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അതിപ്പം അതിൻ്റെ അകത്ത് മറ്റാർക്കും ഒന്നും ചെയ്യാനില്ല, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ അവിടുത്തെ സംസ്ഥാന ഘടകം ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കോൺഗ്രസ് ആണല്ലോ അവിടുത്തെ ഛത്തീസ്ഗഡിലെ പ്രധാന പ്രതിപക്ഷം. ഈ 2 വർഷം മുമ്പ് വരെ കോൺഗ്രസ് ആയിരുന്നല്ലോ അവിടെ ഭരിച്ചിരുന്നത്. ഈ കോൺഗ്രസ്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇവിടെ നിന്ന് പോയ UDF പ്രതിനിധി സംഘത്തിനെ ഒന്ന് അനുഗമിക്കാൻ പോലും അവിടുത്തെ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ലായിരുന്നല്ലോ, അവിടുത്തെ മുഖ്യപ്രതിപക്ഷം തയ്യാറല്ലായിരുന്നല്ലോ. അവിടുത്തെ മുഖ്യപ്രതിപക്ഷം തെരുവിൽ ഇറങ്ങുവോ ബഹളം വെക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു പ്രക്ഷോഭം നയിച്ചിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ രാജ്യം മുഴുവൻ ഈ വിഷയം
ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി പെരുപ്പിച്ച് നിർത്തുമ്പോൾ, ഇങ്ങനെ കൊഴുപ്പിച്ച് നിർത്തുമ്പോൾ, ആ സംസ്ഥാനത്തിലെ പ്രധാന പ്രതിപക്ഷമായ ഈ വിഷയം ഏറ്റെടുത്ത് മുൻപിൽ നിൽക്കേണ്ട അവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല? ഒരക്ഷരം മിണ്ടുന്നില്ല. ഒരു വലിയ പ്രധാന ചോദ്യമാണത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 വർഷം മുമ്പ് 2022 ഇതേ നിയമം പണ്ട് 1968 ഇവർ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമപ്രകാരം 4 പള്ളിയിലച്ചന്മാരെ പിടിച്ചകത്തിട്ട് അവർക്ക് 4 മാസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടിയത്. ഇതേ കോൺഗ്രസ് പാർട്ടി അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് അതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല. അല്ല, ഷാബു അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഷാബു നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. ഷാബു പറഞ്ഞു വരുന്നത് ഇത് ഒരു ഗൗരവമുള്ള കേസാണ്, ഇവർ മതപരിവർത്തനത്തിനും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനും ശ്രമിച്ചു എന്നുള്ളതാണോ ഷാബുവിന്റെ അഭിപ്രായം? അല്ല, എനിക്ക് മാധ്യമങ്ങളിൽ കൂടെ വരുന്ന റിപ്പോർട്ട് മാത്രമേ എനിക്കുള്ളൂ. നോക്കൂ, ഈ ഛത്തീസ്ഗഡിലെ സിറ്റുവേഷനിലെ നമ്മൾ കേരളത്തിലെ സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് വിലയിരുത്തുമ്പോഴുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. നോക്കൂ, ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടാണ് 4500 ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസുകൾ തിരിച്ചു പിടിച്ച്, അവരെ മാൻ മിസ്സിംഗ് കേസുകളെ തിരിച്ചു പിടിച്ച സംഭവം ഇന്നത്തെ പത്രത്തിലുണ്ട്. അപ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി അവിടെ ഒന്ന് പോയിട്ടുണ്ടാകും, മിസ്സിംഗ് കേസുകൾ ഉണ്ടാകും. അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത്. അപ്പോൾ സംശയകരമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഗിരിവർഗ മേഖലയിലുള്ള ആദിവാസി പെൺകുട്ടികളെ കാണുമ്പോൾ അത് സീരിയസ് ആണ്. അവർ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും അവിടുത്തെ അധികൃതർ, അവിടുത്തെ പോലീസ്. കാര്യം അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉള്ള സ്ഥലമാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരത അഴിഞ്ഞാടുന്ന സ്ഥലമാണ്. അവിടെ ആ അവസ്ഥയെ നമ്മൾ കേരളത്തിലെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിലയിരുത്തരുത്. അവിടുത്തെ സാഹചര്യം വളരെ ഗുരുതരമാണ്, വ്യത്യസ്തമാണ്. എത്ര നിസ്സാരമാണെന്ന് നമുക്കിവിടെ നിന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും വളരെ സീരിയസ് ആയിട്ട് അവിടെ എടുക്കും. പിന്നീട് ഇപ്പം ഈ കേസ് തന്നെ ഇത് ഇങ്ങനെയാണ്, സംഭവം ഇങ്ങനെയാണ്. ഒരു പോലീസ് സ്റ്റേഷനിലെ അല്ലെങ്കിൽ അവിടെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാവുന്ന സാഹചര്യം ഉണ്ടാവുന്ന സാധനമാണ്. കാര്യം അവിടുത്തെ പോലീസിനും അവിടുത്തെ അധികൃതർക്കും ഇതിനെക്കാട്ടും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരത അതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല എന്നുണ്ടെങ്കിൽ ആ കേസിന്റെ പുറകെ പോകാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ പോകേണ്ട സംഭവം ഈ പ്രതിപക്ഷവും ഇവിടെ നിന്ന് രാജ്യം മുഴുവൻ ഇത്രയും വലിയ പ്രശ്നമാക്കിയപ്പോഴാണ് ഇവർക്ക് ഈ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് ഇത് പോയിരിക്കുന്നത്. അതായത് ഷാബു പറയുന്നത് ഇപ്പോൾ ഛത്തീസ്ഗഡ് ഒരു മാവോയിസ്റ്റ് ബാധിത മേഖലയാണ്. നോക്കൂ, ഛത്തീസ്ഗഡ് ഒരു മാവോയിസ്റ്റ് ബാധിത മേഖലയാണ്, അത് സത്യമാണ്. അതിനെതിരെ വ്യത്യസ്ത ഭരണകൂടങ്ങൾ സായുധമായി അവരെ ചെറുക്കുന്നുണ്ട്, ഒരു കാര്യം. 2, ഛത്തീസ്ഗഡിൽ പ്രേക്ഷിത പ്രവർത്തനവും മിഷണറി പ്രവർത്തനവും നടക്കുന്നുണ്ട്, വസ്തുതയാണ്. ഇതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ ഡിബേറ്റ്. അതിൽ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഉറച്ച നിലപാട്, അവർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അവർ മതിയായ രേഖകൾ പ്രകാരം ഇവരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒട്ടുമിക്ക റാങ്ക് ആൻഡ് ഫയൽസിലുള്ളവരുടെ നിലപാട്. അതേസമയം സംഘപരിവാർ യൂണിയനുകൾ അങ്ങനെയല്ല എന്ന് ഓൺലൈനിൽ വാദിക്കുന്നു. ഒരാൾ പോലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോസ്റ്റിനടിയിൽ ഒരാൾ പോലും കമൻറ്റിലൂടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ അതൊരു അസ്വാഭാവികതയാണ്. ആ അസ്വാഭാവികതയിലാണ് അമിത്ഷായുടെ ഉറപ്പ് പാലിക്കപ്പെടാതിരിക്കുന്നത്. ഇത് വിശദീകരിക്കപ്പെടേണ്ടതല്ല എന്നാണ് എൻ്റെ ചോദ്യം. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളെ നമ്മൾ അതിനെ അത്ര വലിയ സീരിയസ് ആയിട്ട് കാര്യം വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അമിത്ഷാ കേൾക്കുന്നതും അല്ലെങ്കിൽ BJP എന്നുള്ള സംഘടന കേൾക്കുന്നതും സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ തന്നെയാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളല്ല. സോഷ്യൽ മീഡിയയിൽ ആർക്കും ഒരു സ്മാർട്ട് ഫോണും 10,000 രൂപയുടെ ഒരു സ്മാർട്ട് ഫോണും 10,000 രൂപ പോലും ഇല്ല ഇപ്പം. അങ്ങനെയുള്ള ഒരു സ്മാർട്ട് ഫോണും ഒരു നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം. ഇവിടെ അതല്ല അവിടുത്തെ പ്രശ്നം. അത് ഞാനും അതിനെ ഷാബു പറഞ്ഞ കറക്റ്റാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിനെയാണ് അമിത്ഷാ കേൾക്കുക. പക്ഷെ ആ നിലപാട് അമിത്ഷാ കേട്ടിട്ട് കൊടുത്ത ഉറപ്പ് പാലിക്കപ്പെടാത്തതിന്റെ കാരണം അങ്ങ് പറയുന്നത് ഛത്തീസ്ഗഡിൽ വേറെ സവിശേഷ സാഹചര്യം ഉണ്ടെന്നാണ്. അവിടെ സാഹചര്യം ഉണ്ടായിരിക്കട്ടെ, ഇവർ കുറ്റം ചെയ്തോ ഇല്ലേ എന്നുള്ളതാണല്ലോ ഡിബേറ്റ്. അവിടെയാണല്ലോ ഭരണകൂടം ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്, പ്രോസിക്യൂഷൻ ആ നിലപാട് കോടതിയിൽ പറയേണ്ടത്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. പിന്നെ കോടതിയിൽ എന്ത് അവിടുത്തെ സംസ്ഥാന സർക്കാർ, അവിടുത്തെ ആഭ്യന്തര വകുപ്പ്, പോലീസ് എടുത്ത ഒരു FIR-നെതിരെ സംസാരിക്കാൻ അവിടുത്തെ ആഭ്യന്തര വകുപ്പിന് കഴിയുമോ? കഴിയില്ല.
പിന്നെ ഇനി ജാമ്യം അവിടെ ജാമ്യ ഇതിനെ എതിർക്കണോ വേണ്ടയോ എന്നുള്ളത് അതിപ്പോ കോടതി വരട്ടെ. അത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ പറയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കഴിയില്ല, ഒരു സിസ്റ്റത്തിനും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ അമിത്ഷാ എന്തുറപ്പ് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്? അമിത്ഷാ ഉറപ്പ് കൊടുത്തു കാണും, തീർച്ചയായും ഞങ്ങൾ വേണ്ടത് ചെയ്യാം, ഞങ്ങൾ നോക്കട്ടെ, അത് അന്യായമായ എന്തെങ്കിലും തീർച്ചയായും അവർക്ക് നീതി ലഭിക്കും, അവർ നിരപരാധികളാണെങ്കിൽ അവർക്ക് നീതി ലഭിക്കും. അങ്ങനെ തന്നെ ആ ഒരു ഉറപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ ഉറപ്പിനെ അമിത്ഷാ പറഞ്ഞു അവരെ വെറുതെ വിടും, അമിത്ഷാ പറഞ്ഞു ജാമ്യം എതിർക്കില്ല എന്നും വ്യാഖ്യാനിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷാബു ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള BJP ദൗത്യ സംഘത്തിന്റെ പണി എന്താണ് അവിടെ പോയി? അത് അല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തന്നെയാണ് പോയത്. കാര്യം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു, 2 മലയാളി കന്യാസ്ത്രീകൾ അവിടെ അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തിലാണ്, കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് വേണ്ട നടപടികൾ എടുക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം BJP. ഷാബു പ്രസാദ്, അതായത് ഇവർ കുറ്റം ചെയ്തു എന്നാണ് ദൗത്യ സംഘത്തിന് മനസ്സിലാവണമെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഇരുന്നിട്ടാണല്ലോ നിലപാട് സ്വീകരിച്ചത്. അവിടെ ചെല്ലുമ്പോൾ ഇത് കുറെ കൂടി എന്താണ് പറയാ, ഗൗരവമുള്ള ഒരു സംഭവമാണ്. അവിടെ സാഹചര്യം മനസ്സിലാക്കി. അപ്പോൾ പിന്നെ അവരെന്താ ചെയ്യുക? അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാനുള്ള പണിയെടുക്കും അവിടെ ചെന്ന് BJP. അല്ല, ഇത് സബ്ജുഡീസായി കോടതിയിലെത്തി സംഭവം. ആ കോടതിയിലെത്തിയ ഒരു വിഷയത്തിൽ ഒരു പാർട്ടിക്ക് പുറത്തുനിന്ന് ആർക്കായാലും എന്ത് ചെയ്യാൻ കഴിയുന്നതിന് പരിധിയില്ലേ? ശരി, വളരെ വ്യക്തമാണ് അങ്ങയുടെ നിലപാട്. അങ്ങ് പറയുന്നത് വളരെ ക്ലാരിറ്റി ഉണ്ട്. ശ്രീ റിജിൽ മാക്കുറ്റി, ഷാബു പ്രസാദ് ഇവിടെ ഉന്നയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ BJPയുടെ ഇക്കാര്യത്തിലെ അവ്യക്തതകളെ കുറിച്ച് ഡിബേറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിനും ഈ അവ്യക്തതയുണ്ട്. ഇവിടെ നിന്ന് UDF MPമാരോടെ ചെല്ലുമ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഭൂപേഷ് ബഘേലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് MLAമാർ ഈ വിഷയം ഉന്നയിക്കുകയോ മിണ്ടുകയോ ചെയ്യുന്നില്ല, ഉരിയാടുന്നില്ല. ഇന്നലെ രസകരമായൊരു സംഭവം, ഈ ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു കോൺഗ്രസ് ഘടകമുണ്ട് എന്ന് പോലും തോന്നുന്നില്ല. ഇവിടെ നിന്ന് ആൾ ചെല്ലേണ്ടി വരുന്നു. എന്തുകൊണ്ടാണത്? രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ ഈ വിഷയത്തിന് വേണ്ടി ഉന്നയിക്കുമ്പോൾ. ശ്രീ അജിംസെ, അങ്ങനെയല്ല. കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് നിലപാടെടുത്തില്ല, ഛത്തീസ്ഗഡ് എടുത്തില്ല എന്നത് തെറ്റായ കാര്യമാണ്. ഇപ്പോൾ ഇത്തരം ഒരു വിഷയം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അത് വലിയ ചർച്ചയായ സമയത്ത് നിരപരാധികളായിട്ടുള്ള, പ്രത്യേകിച്ച് അപൂർണതയുടെ ലോകത്ത് നിന്ന് പൂർണ്ണതയുടെ ലോകത്തേക്ക് മനുഷ്യരെ എത്തിക്കുന്ന കന്യാസ്ത്രീ സമൂഹമാണ്. അതിനകത്ത് പ്രതിനിധികളാണ് നിരപരാധികളായ ആളുകളെ ഈ ഭരണകൂടം കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് ജയിലിൽ കടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി അത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല, അത് രാജ്യമാകെ അതിന്റെ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം കാണാവുന്ന ഒരു കാര്യമാണ്. ആ വിഷയം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് 2 കന്യാസ്ത്രീകളായതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഒക്കെ അതിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ കേരളത്തിലെ MPമാർ അവിടെ പോകുമ്പോൾ അവരെ കാണാതിരിക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ ഭരണകൂടം ചെയ്തപ്പോൾ തീർച്ചയായും ഇടപെട്ടത് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി ഭൂപേലാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ രൂപത്തിൽ നിലപാട് സ്വീകരിക്കുക, അദ്ദേഹം അങ്ങോട്ട് വരികയും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായും അവർക്ക് കാണാനുള്ള സാഹചര്യം, അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ MPമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാണേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പാർട്ടി അതിശക്തമായി ഈ വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിച്ചിട്ട് ഇന്ന് അവിടെ വലിയ രൂപത്തിൽ പ്രതിഷേധം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ നിയമം കൊണ്ടുവന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ പ്രതിഷേധം ബിലാസ്പൂരിലോ റായ്പൂരിലോ ഉണ്ടായോ? ഇന്ന് ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ പരിശോധിക്കണം, അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ഈ വിഷയത്തിനകത്ത് ശക്തമായ നിലപാട് അവിടുത്തെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയും അതോടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിനകത്ത് ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടില്ലായ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടുമോ? രാജ്യത്തെ പാർലമെന്റിനകത്ത് അതിശക്തമായ രൂപത്തിൽ ഈ വിഷയം ഉന്നയിക്കുമോ? അപ്പൊ ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ BJPയുടേതാണ് ഇരട്ടത്താപ്പ്. BJP പറയുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണെന്ന്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കൃത്യമായ കാര്യം എന്ന് പറയുന്നത് 1968 അവിഭക്ത മധ്യപ്രദേശിൽ അന്നത്തെ ഗോവിന്ദ് നാരായൺ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ് പിളർത്തി 36 MLAയും കൊണ്ടുപോയ അന്നത്തെ സംയുക്ത വിധായക് ദളിന്റെ മുഖ്യമന്ത്രിയാണ് ഈ നിയമം നടപ്പിലാക്കിയത് എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസ് അല്ല. വളരെ കൃത്യമായ രൂപത്തിലുള്ള ആധികാരികമായി ഞാൻ പറയുന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. ചരിത്രത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഉണ്ട്. നിങ്ങളിപ്പോൾ ഗൂഗിൾ ഇതിനകത്ത് എടുത്ത് പരിശോധിച്ചാലൊന്നും കാണില്ലേ, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യം. ഇത് യാഥാർത്ഥ്യം. കോൺഗ്രസ് അല്ലാത്തൊരു ഗവൺമെന്റാണ്. അന്നത്തെ ജനസംഘം ഉൾപ്പെടെയുള്ള സഖ്യമാണ് അത് നേതൃത്വം
നേതൃത്വം കൊടുത്തത്. അന്നത്തെ CPM-ന്റെ MLA SKN അലി എന്ന് പറയുന്ന MLA ഉൾപ്പെടെ ഈ നിയമത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ നിയമത്തെ കോൺഗ്രസിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ആണ് നിയമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരായി നിങ്ങൾ പ്രചരണം നടത്തുകയാണ്. ആ നിയമത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് അത് ക്രിസ്ത്യാനികൾക്കെതിരെയായാലും അത് മുസ്ലിങ്ങൾക്കെതിരെയായാലും ഈ നിലപാട് സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. വിചാരധാര RSS പറഞ്ഞ കാര്യം എന്താ? ശത്രുക്കളുടെ ഗണത്തിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുമുണ്ട്. ആ ക്രിസ്ത്യാനികൾ ഉള്ള ആളുകൾ നിങ്ങൾ ആ മേഖലയിൽ അവർക്കെതിരായി അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. 11 വർഷത്തിനിടയിൽ 4364 കേസുകളാണ്, അക്രമങ്ങളാണ് ഈ ക്രിസ്തീയ സഭകൾക്കെതിരായും അവർക്കെതിരായും നടന്നത് എന്നുള്ളത് ആ ക്രിസ്തീയ സംഘടന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കണക്ക് വെച്ചിട്ടുണ്ട്. ഈ 11 വർഷത്തിനിടയിൽ ഈ ഇത്രയേറെ അക്രമം നടന്നിരിക്കുന്നു. മധ്യപ്രദേശ് നടന്നിരിക്കുന്നു, രാജസ്ഥാൻ നടന്നിരിക്കുന്നു, ഒറീസയിൽ നടന്നിരിക്കുന്നു. എത്ര അക്രമം നടന്നിട്ടുണ്ടോ ഇവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഒറീസയിൽ മിഷണറിമാരെ, ഗ്രാം സ്റ്റേയിൽ ഉൾപ്പെടെയുള്ള ഓസ്ട്രേലിയൻ മിഷണറിമാരെ ആ മക്കളെയും ചുട്ടുകൊന്നപ്പോൾ അതിന് തെറ്റാണെന്ന നിലപാട് സംഘപരിവാറിന്റെ ഏതെങ്കിലും നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ? അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനെ ന്യായീകരിക്കല്ലാതെ അതിനെതിരായി പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഇവരുണ്ടാക്കിയ ഒരു ധാരണയുണ്ട്. ഇവിടുത്തെ ക്രിസ്തീയ വോട്ടുകൾ കിട്ടും എന്നുള്ള ധാരണയിൽ ഇവരുണ്ടാക്കിയ ഒരു സഖ്യം ഇവിടെ പൊളിയും എന്ന് കണ്ടതുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ ഈ നാടകം കളിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ RSS സംഘപരിവാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ വേട്ടനായ്ക്കളെ പോലെയാണ്. അവർ ആട്ടിൻ തോലണ ചെന്നായ്ക്കളെ പോലെയാണ്. അവർ കാണിക്കുന്ന ആദ്യം നിങ്ങളെ പ്ലാവില കാണിച്ച് നിങ്ങളെ കൊണ്ടുപോകും, അവസാനം നിങ്ങളെ അവരെ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് അത് നമ്മൾ ഛത്തീസ്ഗഡിൽ കാണുകയാണ്. നാളെ കേരളത്തിൽ സംഭവിക്കാൻ പോവുക. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കേരളത്തിൽ നടന്ന എത്ര സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ശശികല പറഞ്ഞത് ശരിയല്ല എന്ന് രാജീവ് ചന്ദ്രശേഖരന് പറയാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഹിന്ദു മഹാസഭയുടെ വിജയ് തമ്പി എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദി നേതാവ് പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് തള്ളി പറയാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായത്? അപ്പൊ ഇവിടെ ഒരു പുകമറ സൃഷ്ടി, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുന്നു. എന്തിനേറെ പറയുന്നു, ഇവിടെ നിന്ന് MP ആയി ജയിപ്പിച്ചു പോയ സ്വർണ്ണ കിരീടം പിന്നെ കൊണ്ടുപോയി അവിടെ തൃശ്ശൂരിലെ പള്ളിയിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ വോട്ട് വാങ്ങി സുരേഷ് ഗോപിക്ക് ഈ ദിവസമായിട്ട് മുണ്ടാട്ടമില്ലല്ലോ. അയാളുടെ വായിലെന്താ പിന്നെ കുമ്പളങ്ങയാണോ? അയാൾ അനങ്ങുന്നില്ലല്ലോ. അയാൾ കേന്ദ്രമന്ത്രി, തൃശ്ശൂർ എന്നുള്ള MP അല്ലേ? ഈ ക്രിസ്തീയ വോട്ട് ഉൾപ്പെടെ വാങ്ങി ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു പോലെ എന്താ മിണ്ടാത്തത്? മിണ്ടാൻ പറ്റില്ല. അമിത്ഷാ ഉൾപ്പെടെ പറഞ്ഞ കാര്യം എന്താ? തട്ടിപ്പാണ്. കാരണം അമിത്ഷാ ഉൾപ്പെടെ ഒരു ഭാഗത്ത് നിങ്ങളോടൊപ്പമാണെന്ന് പറയും, മറുഭാഗത്ത് ആരുടെ കൂടെയാണ്? ഈ സംഘപരിവാറിന്റെ അതോടെ ബജറംഗ് ദൾ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ കൂടെയാണ് ഇവരെന്ന് തെളിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് രേഖാ ശർമ്മക്കെതിരായി നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് ആ രേഖാ ശർമ്മ ഈ കുട്ടികളെ കൊണ്ടുവന്ന സമയത്ത് അവർ മതിയായ രേഖകളുണ്ട്, ഞങ്ങൾ പിന്നെ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി എല്ലാം വന്നെന്ന് പറയുമ്പോൾ ആ കുട്ടിയെ പോലും ആൾക്കൂട്ട വിചാരണ ചെയ്ത് ആക്രമിച്ച സമയത്ത് ആ പ്രതിക്ക്, ആ ക്രിമിനലിനെതിരായി കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? അവരുടെ നേതൃത്വത്തിൽ കോടതിയിൽ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ നടപടി എടുത്തിട്ടുണ്ടോ? അപ്പൊ വളരെ കൃത്യല്ലേ ശ്രീ അജിംസെ? എന്താ ഇവരുടെ ലക്ഷ്യം? ഇവരോടൊപ്പമാണ്, ആ ഭരണകൂടം ഇവരോടൊപ്പമാണ്. BJP ഉള്ളുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കാണിക്കുന്ന തട്ടിപ്പിനപ്പുറത്തേക്ക് മുഴുവൻ BJP-ക്കാരും ഈ നിലപാടിന് അനുകൂലമാണ് എന്നുള്ളത് വസ്തുതയാണ്. അതാണിപ്പോൾ പറയുന്നത്. ഞങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണം. പള്ളിയിൽ പിന്നെ കുർബാന സമയത്ത് കുരുത്തോലയുമായും അല്ലെ ഓശാന പെരുന്നാളിന് കുരുത്തോലയായും ക്രിസ്മസിന് കേക്കുമായൊക്കെ നിങ്ങൾ മലയാറ്റൂർ പള്ളി ഒക്കെ കയറി പോകുമ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്ന് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ അപമാനിച്ചിട്ടുണ്ട്, ഒരുപാട് രൂപത്തിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളത് വസ്തുതയായി നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി ഞങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം ക്ലിയർ ആണ്. അതായത് ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് 2006-ലാണ്. അതിനു മുമ്പ് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു ഈ ഛത്തീസ്ഗഡ്, ഇന്നത്തെ ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന ഭാഗം. അതുപോലെ 1967 അധികാരത്തിലെത്തിയ സംയുക്ത വിധായക് ദൾ, അതിൽ ജനസംഘം കൂടി പങ്കാളിയായിരുന്നു. ആ ജനസംഘം പങ്കാളിയായ ആ സർക്കാരാണ് ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത്. അതല്ലാതെ കോൺഗ്രസിനെതിരെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. റിജിൽ മാക്കുറ്റി. അജിംസെ ഒരു കാര്യം ഒറ്റ കാര്യം പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ വോട്ട് ബാങ്കിനല്ലാതെ ഈ പിന്നെ നമ്മുടെ ഷോൺ ജോർജും അതോടൊപ്പം അനൂപ് ജോസഫ ഏതോ BJP-യുടെ ഒരു വക്താവുണ്ട്, അവനൊക്കെ പോയ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇതേപോലെ ഭക്ഷണത്തിന്റെ പേരിൽ അവിടെ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ, അഖിലാഖ് കൊല്ലപ്പെടുമ്പോൾ, ജുനൈദ് ഖാൻ കൊല്ലപ്പെടുമ്പോൾ ഇവരൊന്നും അവിടെ പോയില്ലല്ലോ? അപ്പൊ ഇവർക്ക് ലക്ഷ്യം എന്താ? ഇവർ ക്രിസ്ത്യൻ വോട്ട് വേണം. ആ വോട്ടിന് വേണ്ടി, തെരഞ്ഞെടുപ്പിന് വോട്ടിന് വേണ്ടി കാണിക്കുന്ന പന്നത്തരമാണിത്. അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. കേരളത്തിൽ 10 വോട്ട് കിട്ടി എങ്ങനെയും അധികാരം പിടിക്കാൻ ഇവരുമായി ഉണ്ടാക്കി ധാരണ പൊളിഞ്ഞു പോകരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഇവർ പോകുന്നത്. അല്ലാതെ രാജീവ് ചന്ദ്രശേഖരനും സുരേന്ദ്രനും ശശികലക്കും ഒരേ നിലപാട് തന്നെയാണ്. ഇതിനകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ഓക്കെ, റിജിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു കറക്ഷനുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആകെ ഒരൊറ്റ MLA ആണ് ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അത് CPM-ൻ്റേതല്ല, CPI-യുടേതാണ്.
അദ്ദേഹം ആ ബില്ലിനെ പിന്തുണച്ചോ ഇല്ലയോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. അതിനെക്കുറിച്ച് വ്യക്തതയില്ല. CPI-ക്കാണ് അവിടെ. ഓക്കെ, ശ്രീ റിജു കഞ്ഞുകാരൻ യെസ്, ശ്രീ റിജു കാഞ്ഞുകാരൻ, ഇവിടെ ഒരു വശത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മാർ ആൻഡ്രൂസ് താഴത്തിനെ പോയി കാണുന്നു. ആൻഡ്രൂസ് താഴത്താകട്ടെ രാജീവിൻ്റെ ഈ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. രാജീവ് മാത്രമല്ല, BJP-യുടെ സംസ്ഥാന നേതൃത്വം മുഴുവൻ താങ്കൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് വരുത്തി തീർക്കുന്നു. അതേസമയം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാകട്ടെ അദ്ദേഹത്തിന് ഹിന്ദി അറിയില്ല എന്നൊക്കെ കള്ളം പറയുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ആകപ്പാടെ ഒരു വിറളി പിടിച്ച അവസ്ഥയിലാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് BJP-ക്ക് ഒരേ സമയം അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള ആ പ്രൊജക്ട് ക്രിസ്ത്യൻസ് നടപ്പാക്കണം, അതേസമയം കേരളത്തിന് വെളിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ആപ്ലിക്കബിൾ അല്ല എന്നവർ തിരിച്ചറിയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ കഴിഞ്ഞ 7 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ചർച്ചകളിലും പ്രോഗ്രാംസിലും പ്രതിഷേധ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJP ലക്ഷ്യം വെച്ച ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഇവിടത്തെ ന്യൂനപക്ഷ ഇടങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ ഒരു വഴി ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ച് അതിലൂടെ കടന്നു കയറുക എന്ന ലക്ഷ്യം അവർ ആ തരത്തിലൊരു സ്പ്ലിറ്റ് ഇവിടെ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. അതിൽ ചെറിയൊരു ഭാഗം തൃശ്ശൂർ അവർക്ക് നേടാൻ സാധിച്ചു. തൃശ്ശൂരോ കുറച്ച് ഭാഗങ്ങളിൽ എവിടേക്കോ കുറച്ച് നേടാൻ സാധിച്ചു എന്ന ഘട്ടത്തിൽ അത് മുഴുവൻ കൈവിട്ട് പോകും എന്ന ഒരു സിറ്റുവേഷൻ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ അതിൻ്റെ അങ്കലാപ്പിലാണവർ. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 7 ദിവസമായി പല സ്ഥലങ്ങളിൽ വെച്ചും മാധ്യമങ്ങളിൽ പല രീതിയിലും സുരേഷ് ഗോപി, അവിടുത്തെ MP ആണ്, സുരേഷ് ഗോപിയുമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം ഇന്നേ വരെ ഒരു വാക്കുപോലും വേണ്ടിയിട്ടില്ല. അദ്ദേഹം ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്ന ആൾ ഈ സുരേഷ് ഗോപിയാണ്. ഇന്നായാലും രാജീവ് ചന്ദ്രശേഖരും വന്ന ശേഷം വളരെ രഹസ്യമായി തനിച്ചാണ് ആൻഡ്രൂസ് താഴത്ത് പിതാവുമായി സംസാരിക്കുന്നത്. ഞങ്ങൾ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നിലപാടിനെ എന്നും എതിർത്തിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ BJP-യുമായി ഒരു സമവായ ശൈലിയിൽ മുന്നോട്ട് പോകുന്നത്, എന്തുകൊണ്ടാണ് സമവായ ശൈലിയിൽ സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവരൊക്കെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ പോലീസ്, അവിടുത്തെ കേന്ദ്ര ഏജൻസികളുടെ NIA-യോ ED-യോ ഒക്കെ ബന്ധപ്പെട്ട പല ഏജൻസികളുടെയും നിഴലിൽ നിൽക്കുന്ന മുൻ ഇവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആലഞ്ചേരി അടക്കം ഇത്തരത്തിൽ നിഴലിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ തരത്തിലുള്ള കേക്കുമായി നമ്മുടെ മെത്രാസന മന്ദിരങ്ങളിൽ ഇവർ കയറിയിറങ്ങുകയും അവിടെ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം ഈ മോദി സർക്കാരിൻ്റെ ഭരണത്തിൽ സുരക്ഷിതരാണെന്ന പ്രസ്താവന ഇറക്കുകയും ചെയ്തത്. അതിനെതിരെ ശക്തമായ നിലപാടുമായി ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ രംഗത്തുണ്ടായിരുന്നു. ഇവിടുത്തെ മെത്രാന്മാർ പറയുന്നതല്ല സത്യമെന്നും ഇവിടുത്തെ വിശ്വാസികളും ഇവിടുത്തെ ക്രൈസ്തവരും ഇതിന് കൃത്യമായി വിവരങ്ങൾ അറിയുന്നുണ്ട് എന്നും ഞങ്ങൾ കൃത്യമായി പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. 2013 റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്രമങ്ങൾ 100-ലധികം മാത്രമായിരുന്നുവെങ്കിൽ 2025 വരുമ്പോൾ അതതിൻ്റെ 8 ഇരട്ടി കഴിഞ്ഞിരിക്കുന്നു. 2024 853ഓളം അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ആയിരങ്ങളാണ്. ഇവിടുത്തെ ഇന്ത്യൻ പൗരന് നിലയ്ക്ക്, ഇന്ത്യത്തെ സാധാരണ പൗരന് നിലയ്ക്ക് അവൻ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷിക്കണം, എങ്ങനെ എവിടേക്ക് യാത്ര ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സംഘപരിവാറിൻ്റെ തീവ്രവാദി സംഘടനകളാണ് എന്ന് വരുന്ന അവസ്ഥ. അവർ വിചാരണകൾ നടത്തുന്നു. അവർ പോലീസ് സ്റ്റേഷനിലാണ് വിചാരണ നടത്തുന്നത്. പോലീസുകാർ കൈ കെട്ടി നോക്കി നിൽക്കുന്നു. ആ പെൺകുട്ടികളെ അടിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ മൊഴി മാറ്റി പറയിപ്പിക്കുന്നു. അവർ വീണ്ടും വീടുകളിലേക്ക് എത്തിയതിനു ശേഷം അവർ കൃത്യമായി മാധ്യമങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ഞങ്ങളെ ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്, ഞങ്ങളുടെ മാതാപിതാക്കൾ അനുവാദമുണ്ട്, ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്. പക്ഷേ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് നിതീഷ് പറഞ്ഞ പോലെയല്ല, ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസിൽ വന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാത്രമല്ല, പ്രോസ്റ്റിറ്റ്യൂഷൻ വരെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾ ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയാണെന്ന് വരെ. അപ്പോൾ അത്രമാത്രം വിദ്വേഷ പ്രചരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന സംഘപരിവാർ, അവർ എറണാകുളത്തല്ല കേരളത്തിലെ ക്രൈസ്തവരോട് കാണിക്കുന്ന മിതത്വം ഉത്തരേന്ത്യയിൽ നേരെ എതിരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ കഴിഞ്ഞ 5 നൂറ്റാണ്ടുകളായി ഭാരതത്തിൽ പ്രവർത്തിക്കുന്നു. 1947 ശേഷം ഈ 75 വർഷത്തിനിടയ്ക്ക് കത്തോലിക്കരുടെ എണ്ണം കുറയില്ലാതെ കൂടിയിട്ടില്ല.
ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇവിടുത്തെ ആദിവാസി സമൂഹങ്ങൾ, ദരിദ്ര വിഭാഗങ്ങളെ ഉന്നമനത്തിനും അവർക്ക് വിദ്യാഭ്യാസത്തിനും അവർക്ക് ഭക്ഷണത്തിനും അവർക്ക് ജോലിക്കും അവരുടെ ആശുപത്രി ഹോസ്പിറ്റൽ സൗകര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മിഷണറികളെ ഇവർ എന്തിനാണ് ഭയപ്പെടുന്നത്? അവർ ഉന്നമനത്തിലേക്ക് വന്നാൽ, അവർ ഈ ഭാരതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വളർന്നു വന്നാൽ, അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇവർ അവരെ അടിമകളായി വെച്ചുകൊണ്ടിരിക്കുന്നത് നടക്കാതെ പോകും. ഈ തരത്തിലുള്ള മിഷണറി പ്രവർത്തനം നടത്തുന്ന സിസ്റ്റേഴ്സിനോടൊപ്പം അല്ലെങ്കിൽ അവരോടൊപ്പം ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, അല്ല അവരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഈ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും സംഘടനകൾക്ക് സാധിക്കുന്നുണ്ടോ? കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്ന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സാണ് ഇവർ. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഒന്നിങ്ങനെ നേഴ്സുമാരോ ലാബ് ആ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതിൽപ്പെടുന്ന ഈ സിസ്റ്റർ വന്ദനയുടെ ഒരു സിസ്റ്റർ അനീതി സിസ്റ്ററാണ്, ബ്രദർ അച്ഛനാണ്. ഈ സിസ്റ്ററാണ് കഴിഞ്ഞ 3 വർഷമായി വളരെ ഗുരുതരമായ ഒരു രോഗത്തിന് അടിമയാണ്, മരുന്ന് കഴിക്കുന്ന ഒരു സിസ്റ്ററാണ്. ഡോക്ടർ പോലും ഇന്ന് ഹൈബീഡൻ പറയുന്നുണ്ട്, ആ ഡോക്ടർ നേരിട്ട് ഹൈബീഡനെ വിളിച്ചു പറഞ്ഞു എന്ന് പറയാം. ആ സിസ്റ്റർ നിലത്താണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ വളരെ പ്രശ്നമുണ്ടാക്കും. അതിനെന്തെങ്കിലും സജ്ജീകരണം MP ഇടപെട്ട് ചെയ്തു കൊടുക്കണം. അവരുടെ ജീവന് തന്നെ അത് ഭീഷണിയാണ്. ഇവർ ഒരു പാർക്കിൻസ് രോഗം മൂലം കൈവരയ്ക്കുന്ന സ്റ്റാൻ സ്വാമിക്ക് വെള്ളം കുടിക്കാൻ വെള്ളം തുളുമ്പി പോകും എന്നുള്ളത് കൊണ്ട് ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുക്കാതെ കൊന്ന വ്യക്തികളാണ് ജയിലിലിട്ട്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. ഈ സിസ്റ്റർമാരെയും പുറലോകം കാണിക്കാതെ എങ്ങനെയെങ്കിലും അവിടെ കൊല്ലപ്പെടണം, അവിടുത്തെ സംഘപരിവാറിൻ്റെ അനുയായികളെ തൃപ്തിപ്പെടുത്താൻ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അമിത്ഷാ നേരിട്ട് ഇന്നലെ MP-മാരോട് പറഞ്ഞതാണ്, നാളെ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കില്ല. ഇത് ഫസ്റ്റ് പറഞ്ഞ ആൾ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്ന് നേരിട്ട് പറഞ്ഞ് കേട്ട ആൾ പറയുന്നു അദ്ദേഹം പറഞ്ഞു എന്ന് പറയാം. ഒരു ഗവൺമെൻറ് ഒരു ജാമ്യാപേക്ഷ എതിർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കോ അമിത്ഷായ്ക്കോ കഴിയില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. ഇവിടുത്തെ ഏത് ഗവൺമെൻറ്റിനെയും അത്തരത്തിൽ നിയന്ത്രിക്കാൻ അതാത് ആ ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടി നേതൃത്വത്തിന് സാധിക്കും. അവർ അത് പറഞ്ഞതനുസരിച്ച് ചെയ്യാതിരിക്കുന്നത് അവരുടെ സംഘപരിവാർ ഹിഡൻ അജണ്ട നടപ്പാക്കുന്നതിന് തടസ്സമാകുമെന്നുള്ളത് കൊണ്ടാണ്. കാരണം നാളെ വിധി പറയുമ്പോൾ ചിലപ്പോൾ ജാമ്യം ലഭിക്കുമായിരിക്കാം എന്നുള്ളത്. കാരണം ഇന്ന് നമുക്ക് വാദിക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാർ കൃത്യമായ രേഖകൾ, അതായത് ഈ പേരൻസിൻ്റെ സമ്മതപത്രം, ഇവർ 18 വയസ്സായി എന്നുള്ളതിൻ്റേത്, കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയി എന്നുള്ളതിൻ്റെ മുഴുവൻ രേഖകളും കൃത്യമായി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അതുകൊണ്ട് ഹ്യൂമൻ ട്രാഫിക്കും ഒന്നും അവിടെ മതപരിവർത്തനവും നിലനിൽക്കില്ല. കാരണം അവർ CSI ക്രൈസ്തവ സമൂഹത്തിൻ്റെ അംഗങ്ങളാണെന്നുള്ള രേഖയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും അവസാന നിമിഷമാണ് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ വാദം ഉന്നയിച്ചത്. കേസ് തുടക്കത്തിലാണ്, അതിൻ്റെ പ്രാരംഭഘട്ടമാണ്. അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കരുത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇവരുടെ കയ്യിൽ, പ്രത്യേകിച്ച് തെളിവുകളില്ല. കേസ് ആരംഭഘട്ടത്തിലാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്. എനിക്ക് ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വത്തിന്റെ നിലപാടിനോട് എന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവർ ഈ സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ടകൾ മനസ്സിലാക്കാതെ ഇവരെടുക്കുന്ന മൃദു സമീപനം പലപ്പോഴും ഇവിടുത്തെ ഒരു വെല്ലുവിളിയുടെ മുന്നിൽ നിർത്തി. കാരണം ഇവിടുത്തെ ക്രൈസ്തവ ശരി റിജു കാഞ്ഞുകാരൻ, എന്തായാലും സഭാ നേതൃത്വത്തിന് അതൊരു തിരിച്ചറിവ് നൽകുമെന്നുള്ള ഒരു ഡിബേറ്റ് ഞാൻ 2ാം ഘട്ടത്തിലേക്ക് വരാം. ഞാൻ പാട്രിക് മൈക്കൽ, ലത്തീൻ സഭാ പ്രതിനിധി കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പാട്രിക് മൈക്കൽ, ഇപ്പോൾ നോക്കൂ, ഈ കന്യാസ്ത്രീയോടൊപ്പം സഞ്ചരിച്ച 2 യുവതികൾ അവർ CSI സഭാംഗങ്ങളാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടാത്ത ഒരു സംഭവത്തിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത് ലോകം അറിയുകയുണ്ടായിരുന്നില്ല. ഒരു വാർത്ത പോലും ആവാതെ അത് അവസാനിച്ചനെ. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ അത് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുക പോലും ചെയ്യുമായിരുന്നില്ല. ഈ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള ഈ 2 കന്യാസ്ത്രീകളായതുകൊണ്ടാണോ ഈ വിഷയത്തിന് ഇത്രയെങ്കിലും മാധ്യമ ശ്രദ്ധയും രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ടാകുന്നത്? പാട്രിക് മൈക്കൽ, കേൾക്കാവോ? ഹലോ, കേൾക്കാമോ? ഒന്നുകൂടെ പറയാമോ? അതായത് ഇപ്പോൾ ഈ കന്യാസ്ത്രീയോടൊപ്പം സഞ്ചരിച്ചിരുന്ന 2 യുവതികൾ അവർ CSI സഭാംഗങ്ങളാണ്. ഒരുപക്ഷെ കന്യാസ്ത്രീകൾ ഈ കേസിൽ ഇൻവോൾവ് ആയിരുന്നില്ലായിരുന്നെങ്കിൽ, അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷെ മാധ്യമങ്ങളിലേക്ക് വാർത്ത റിപ്പോർട്ട് പോലും ചെയ്യുമായിരുന്നില്ല. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകൾ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രമാണോ ഇതിനൊരു ദേശീയ ശ്രദ്ധ വരികയും
പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധമുണ്ടാകുകയും അവിടെ ഉന്നയിക്കപ്പെടാൻ ഇടവരികയും ഒക്കെ ചെയ്തു. പിന്നെയും കട്ടായിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ നിതീഷ് നാരായണൻ, ഇവിടെ അല്പം മുമ്പ് റിജിൽ മാക്കുറ്റി ഒരു കാര്യം പറഞ്ഞു. അതായത് മധ്യപ്രദേശിലെ ഒരേ ഒരു CPI MLA 67 ഒരേ ഒരു CPI MLA ഈ കൺവേർഷൻ ബില്ലിനെ പിന്തുണച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചു. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അന്ന് CPM ഉം CPI യും വേർപിരിഞ്ഞ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ഒരു ബ്രോഡർ നാഷണൽ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ CPI അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു വാദത്തിലേക്കൊക്കെ ഈ ചർച്ചയെ കൊണ്ടുപോകണമെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ആലോചിക്കേണ്ടത്. ഇങ്ങനെയാണോ? അതായത് നിങ്ങൾ വളരെ ശൂന്യതയിൽ നിന്ന് ഒരു കാര്യം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാണോ ഒരു ചർച്ച കൊണ്ടുപോകേണ്ടതെന്ന് അദ്ദേഹം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നമ്മുടെ ഓർമ്മയിൽ നിന്നും നമ്മുടെ സമീപകാല ചരിത്രത്തിൽ നിന്നും നിങ്ങളുടെ ഗവൺമെൻറ് ഹിമാചൽ പ്രദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അവിടെ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. ഏതാ ബില്ല് എന്ന് ഓർമ്മയുണ്ടോ? ആ ബില്ല് രാഷ്ട്രമാതാവായിട്ട് പശുവിനെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബില്ലായിരുന്നു. ഇപ്പോൾ ഈ രാജ്യത്ത് മുഴുവൻ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആളുകളെ പശുവിൻ്റെ പേരിൽ കൊന്നു കളയുന്ന കാലത്ത് സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് പശു രാഷ്ട്രീയം മാറിയിട്ടുള്ള സമയത്ത് പശുവിനെ ഗോമാതാവ് രാഷ്ട്രമാതാവായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് കൊണ്ടുവന്നിരുന്നു ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്. BJP അതിന് പിന്തുണ കൊടുത്തു. അതുകൊണ്ട് ഈ ചരിത്രം എന്നെക്കൊണ്ട് അദ്ദേഹം പറയിച്ചതാണ്. നമ്മൾ അതിലേക്കല്ല പോകേണ്ടിയിരുന്നത്. ആരാണ് മറ്റേ വെള്ളി ഇഷ്ടിക രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തയക്കാൻ വേണ്ടി അവകാശവാദം ഉന്നയിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തെ ഈ പറയുന്ന ഓരോ നിയമവും, ഗോവധ നിരോധനം ഉൾപ്പെടെയുള്ള ഓരോ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ആരൊക്കെയാണ് ഇത് ആദ്യം കൊണ്ടുവന്നത് എന്നുള്ളത്. എന്നാൽ ആ കൊണ്ടുവന്നതിൽ നിന്നും എത്രയോ അധികമായിട്ട് ദൂരത്തേക്ക് തീവ്രതയിൽ ഇപ്പോൾ രാജ്യത്തത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാജ്യത്തെ സംഘപരിവാരം എന്നുള്ളത് കൊണ്ടാണ് മറ്റെല്ലാവരും ഒന്നിച്ചു നിൽക്കണം, ഇവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാകണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ന് ഛത്തീസ്ഗഡിൽ ഒരു സമരം നടന്നു എന്നുള്ളതാണ്. ഇന്ന് ഛത്തീസ്ഗഡിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധവും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. അങ്ങനെ മാത്രമല്ല, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ക്രിസ്ത്യൻ എന്ന വാക്ക് പറയാൻ വേണ്ടിയിട്ട് മടിക്കുന്ന നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അവരുടെ ഏറ്റവും ഒടുവിലത്തെ പത്രസമ്മേളനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. എന്തേ മടിക്കുന്നത്? മറ്റ് ന്യൂനപക്ഷങ്ങളുടെ പേര് പറയുന്നുണ്ട്, പക്ഷെ ക്രിസ്ത്യൻ എന്ന വാക്ക് അവർ പറയുന്നില്ല. വളരെ ഇങ്ങനെ എന്താ പറയുക, എവിടെയും തൊടാതെയുള്ള ചില പ്രസ്താവനകൾ മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തല്ലേ? ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയല്ലേ കോൺഗ്രസ്? അവിടെ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന കക്ഷിയല്ലേ കോൺഗ്രസ്? ഇനി ശരി, നിങ്ങൾ പറയുന്ന 1967 ഇത് വന്നപ്പോൾ ഞങ്ങളായിരുന്നില്ല കൊണ്ടുവന്നിരുന്നതെന്ന്. അതിനുശേഷം മധ്യപ്രദേശ് കോൺഗ്രസ് ഭരിച്ചിട്ടില്ലേ? 2000-ലാണല്ലോ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് അവിടെ ഭരിച്ചിട്ടില്ലേ? എന്തേ നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ നിയമം അസാധുവാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അവിടെ തയ്യാറായിട്ടില്ല? തയ്യാറാകാത്തതിൻ്റെ കാരണം ഇതേ രാഷ്ട്രീയം വേറൊരു തരത്തിൽ കുറച്ച് സോഫ്റ്റായിട്ട്, അവിടെ ഇതിനേക്കാൾ സോഫ്റ്റായിട്ട്, ഞാനതിൻ്റെ തീവ്രതയെ കുറച്ചിട്ടല്ല പറയുന്നത്, ഇതിന് കളമൊരുക്കി കൊടുക്കുന്നതിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഉത്തരേന്ത്യയിൽ മുഴുവൻ ആ പങ്കുണ്ട്. അതെന്നെ കൊണ്ട് അദ്ദേഹം പറയിച്ചതാണ്. അങ്ങനെ ആയിരുന്നില്ലേ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടി ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ സമരങ്ങൾ നടക്കുന്നില്ല? എന്തുകൊണ്ട് ഛത്തീസ്ഗഡിൽ സമരങ്ങൾ നടക്കുന്നില്ല? ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഇതിനെതിരായിട്ട് സമരം നടക്കുന്നില്ല? നേരത്തെ സൂചിപ്പിച്ച് ശരിയാ, 2014 തൊട്ട് 24 ആകുമ്പോഴേക്കും 8 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ. പക്ഷേ 2013 114 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 1996 UN നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്. UN പ്രത്യേക അന്വേഷണ വിഭാഗത്തെ വെച്ച് ഐക്യരാഷ്ട്രസഭ നടത്തിയിട്ടുള്ള പഠനമുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും കിട്ടും. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ പ്രചരണം വർദ്ധിക്കുന്നത്, ഒരു ഹോസ്റ്റിലിറ്റി എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. കോൺഗ്രസിന് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ന്യൂനപക്ഷ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് 1997-ലെത്തത്. അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്തെല്ലാം കോൺഗ്രസ് പാലിച്ചൊരു നിശബ്ദത, കോൺഗ്രസ് പാലിച്ച സന്ധി,
കോൺഗ്രസ് ഇതിനെതിരായിട്ട് നിലപാടെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് അവർ കരുതിയതിൻ്റെ കൂടി ദുരനുഭവമാണ് ഈ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് കോൺഗ്രസിന് അക്കാര്യത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. ശരി, ഞാൻ ഷാബുവിലേക്കും റിജിലേക്കും വരാം. ഒരു നിമിഷം. ശ്രീ പാട്രിക്, കേൾക്കാമോ? ഇവിടെ ഈ വിഷയത്തിന് ഇത്രയും ഒരു ട്രാക്ഷൻ ലഭിച്ചത്, അതായത് ഒരു ദേശീയ ശ്രദ്ധ നേടിയത്, പാർലമെന്റിൽ ബഹളമുണ്ടായത് കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകൾ അതിലുള്ളത് കൊണ്ടാണ്. അതേസമയം അവരുടെ കൂടെയുള്ളവരും ക്രൈസ്തവരാണ്. ആ പെൺകുട്ടികൾ അവർ CSI സഭാക്കാരാണ്. ഈ കന്യാസ്ത്രീകൾ ഇതിൽ ഇൻവോൾവ് ആയില്ലായിരുന്നെങ്കിൽ ഇതൊരു വാർത്ത പോലും ആവുമായിരുന്നില്ല. ഒരുപക്ഷെ മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുമായിരുന്നില്ല. ഒരാളും അവർക്ക് വേണ്ടി ശബ്ദിക്കാനുണ്ടാവുമായിരുന്നില്ല. അപ്പോൾ കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം മാത്രമാണോ ക്രൈസ്തവർ രാജ്യമെമ്പാടും നേരിടുന്ന ഒരു പ്രശ്നത്തിൽ ഇത്രയും ശ്രദ്ധ ലഭിക്കാനുള്ള ഒരു കാരണമായി നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഞാനത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം കേൾക്കാമോ? കേൾക്കാം. പാട്രിക് പറഞ്ഞോളൂ. അതായത് ഞാൻ പറയുന്നത്, ഇത് മലയാളികൾ ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ശ്രദ്ധ പിടിച്ചുപറ്റാനായിട്ട് ഉണ്ടായത്. ഇതിനിടയിൽ മറ്റ് കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സിസ്റ്റർമാർ ഇവരുമായി സഞ്ചരിക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ആരാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകരാണ്. അവിടെ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ അവിടെ അനു ആണെന്ന് തോന്നുന്നു, അവർ വന്ന് അവരോട് അടിക്കുവാൻ മുതിരുന്നു, അവരെ ചീത്ത വിളിക്കുന്നു. അവരതിനുശേഷം കൊടുത്ത ഇൻ്റർവ്യൂ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളും കാണുമ്പോൾ ഇത് ബോധപൂർവം സിസ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തുകയും ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി കേസെടുക്കുകയും ചെയ്ത കാര്യമാണ്. ആദ്യമെടുത്ത FIR-ൽ എന്തോ മനുഷ്യക്കടത്ത് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പോൾ മതപരിവർത്തനം എന്നുള്ള കേസും കൂടെ വരുന്നു. അപ്പോൾ ഈ 2 കേസുകളും ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ല എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിൽ നിന്നുള്ള മിഷനറിമാർ, അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള മിഷനറിമാർ, ഇന്ത്യ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ മിഷനറിമാർ ഇവിടെ വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ഇനി ആര് നിഷേധിച്ചിരുന്നാലും അത് ശരിയല്ല. നമ്മൾ ഇന്ത്യയെ കാണുമ്പോൾ മിഷനറിമാർ ഇനി എന്തിനു വന്നതാകട്ടെ അവരിവിടെ വന്ന് ആ പ്രവർത്തനം കണ്ട്, ഇന്നിപ്പോൾ സിസ്റ്റേഴ്സ് എന്താ ചെയ്തത്? പാവപ്പെട്ട ഗ്രാമങ്ങളിൽ അവിടെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അവിടെ ലൈറ്റുണ്ടോ, റോഡുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കുടിവെള്ളമുണ്ടോ, ഭക്ഷണമുണ്ടോ, സ്കൂളുണ്ടോ, അവർക്ക് വസ്ത്രമുണ്ടോ എന്നുപോലും തിരക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ, അവർ അതൊന്നും ഇതാകുന്നില്ല, എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവിടെ പോയാൽ പോയി, ഇല്ലെങ്കിലില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടെയുള്ള ജനങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ, ഒന്നുകിൽ ഒന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ, ഒന്ന് നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യാൻ, അവരുടെ അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ, അവരെ കുറച്ചുകൂടി വിദ്യാഭ്യാസം കൊടുക്കുവാനായി, അങ്ങനെ അവരെ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ, കുറച്ചുകൂടി നല്ല രീതിയിൽ ചിന്തിക്കാൻ, വളരുവാൻ അവരെ പ്രാപ്തരാക്കുന്ന സിസ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തിയതുകൊണ്ട് ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമ്മുടെ ഈ പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ ഹാജരായ പ്രങ്കൂഷ് മിശ്ര അഭിഭാഷകൻ പറഞ്ഞത് എന്താണ്? ഇവർ വെളിയിൽ പോയാൽ ഇനിയും മതപരിവർത്തനം നടത്തും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയുള്ള മിഷണറിമാരോ വൈദികരോ സിസ്റ്റേഴ്സോ മതപരിവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഇന്നിവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യമായി മാറുമായിരുന്നു. കാര്യങ്ങൾ ഇന്ത്യയിൽ അവർ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഈ മിഷണറി പ്രവർത്തനം, അവരുടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയാൽ എന്താ കുഴപ്പം? അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തി അതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസപരമായ രംഗത്തും അതുപോലെ തന്നെ ആശുപത്രി, അതായത് മെഡിക്കൽ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. അത് തന്നെയാണ് കൂടുതലായിട്ട് മിഷണറി പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്. അതിന് മതപരിവർത്തനം എന്നാണോ പറയേണ്ടത്? അല്ല, ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേരെ ക്രിസ്ത്യൻ സ്കൂളുകളിലാണോ നിങ്ങൾ പഠിച്ചതെന്ന്? അല്ല പാട്രിക് മൈക്കൽ, ഇനി ഈ മിഷണറി പ്രചരിപ്പിച്ചു എന്ന് തന്നെ ബജ്രംഗ് ദളാണോ ആ സംസ്ഥാനം ഭരിക്കുന്നത്, ഈ രാജ്യം ഭരിക്കുന്നത്? പാട്രിക് മൈക്കൽ, ഇനി അവർ മിഷണറി പ്രവർത്തനം നടത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, അവർ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അതൊരു കുറ്റമാവുന്നത് എങ്ങനെയാണ്? മതം, ഇതിനകത്ത് ഭരണഘടന നമ്മുടെ 3-ാം ഭാഗത്തിൽ 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട് മതസ്വാതന്ത്ര്യം,
അത് കഴിഞ്ഞ് മതസംഘടനകൾക്ക് പ്രവർത്തിക്കേണ്ട രീതി, അത് കഴിഞ്ഞ് അതിനകത്ത് മതസംഘടനകൾ നികുതി അടയ്ക്കണോ വേണ്ടയോ എന്ന് തുടങ്ങി കാര്യങ്ങൾ കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ പലരും അതിനകത്ത് പങ്കുവച്ചിട്ടുള്ളതാണ്. അംബേദ്കർ മുതൽ ആനി മസ്ക്രീൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ലത്തീൻ സമുദായ അംഗം ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് വലിയൊരു ഭാഗമായി നിന്നിട്ടുള്ളവരാണ്. ഒരാൾക്കും ഒരു ന്യൂനപക്ഷക്കാരനായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥർക്കോ ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാവരുത്, താഴ്ച ഉണ്ടാവരുത്. അവരെല്ലാം സമമായി വരണം, ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതാകുന്നത്. ന്യൂനപക്ഷങ്ങളോട് ഈ സർക്കാരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോ ഈ വിഭാഗങ്ങളോ എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇത്തരത്തിൽ സിസ്റ്റേഴ്സ്, അത് വളരെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സന്ധിവാതം പോലെയുള്ള രോഗമുള്ള സിസ്റ്ററാണത്. 6 മാസത്തിലൊരിക്കൽ സ്വന്തം നാട്ടിൽ വന്ന് ചികിത്സ തേടിയിട്ട് പോകുന്നതാണ്. കഴിഞ്ഞ മെയിൽ വൈദികരോടും സംഘപരിവാർ സംഘടനകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇനിയും? ഒന്നുകൂടെ പറയാമോ? അതായത് ഈ ബജരംഗ് ദൾ ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവ മിഷണറിമാരോടും കന്യാസ്ത്രീകളോടും പാസ്റ്റർമാരോടും ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവുന്നില്ലേ? അതിവിടെ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ കട്ടായിരുന്നപ്പോൾ തന്നെ നമ്മുടെ റിജു കഞ്ഞൂക്കാരൻ പറഞ്ഞത് കൃത്യമാണ്. അതായത് അവരുടെ അടിമകളായി കിടക്കുന്ന ആളുകൾ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ മുന്നിലോട്ട് വന്നാൽ അവർ അടിമത്വത്തിൽ നിന്ന് മാറുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ മിഷനറിമാരോട്, വൈദികരോട്, സിസ്റ്റേഴ്സിനോട് ഇത്തരത്തിൽ പെരുമാറുന്നു എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അവരെ മുന്നോട്ട് നിങ്ങൾ ഈ ക്രൈസ്തവ സഭകൾക്ക് രാജ്യത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ അങ്ങ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ ആക്രമിക്കുന്നില്ല എന്നാണോ കരുതുന്നത്? ആര് പറഞ്ഞു? ഇതൊക്കെ നമ്മൾ വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാദർ സ്റ്റാൻസാമി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു വയോധികനായിരുന്നു, ഒരു വന്ധ്യവൈദികനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ, വിറയിലുള്ള ആ പുരോഹിതന് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുക്കാത്ത ഒരു സംഭവം നമുക്കറിയാം. അദ്ദേഹം ജയിലിൽ കിടന്നാണ് മരിച്ചത്. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് 3000-ൽ പരം പേജുകൾ കുറ്റപത്രം സമർപ്പിച്ച കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മിഷനറിമാരെ പോലും ഭയക്കുന്നത് എന്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെറ്റിനെ തെറ്റെന്ന് കാണുന്നതോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ ശരിയിലേക്ക് കൊണ്ടുവരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെ എന്തിനാണ് എതിർക്കുന്നത്? ശരിയെന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ആളുകളെ എന്താ പറയാൻ വേണ്ടി ഭരണകൂടത്തെ ശരിയാക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പകരം അവർ വിദ്യാഭ്യാസപരമായി മുന്നിലേക്ക് വരുന്നത്, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്, അവരുടെ കുടുംബം മറ്റ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് വളരെ സന്തുഷ്ടമായി ജീവിക്കുന്നത്, അത്തരത്തിലുള്ള, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ അരുണാചൽ പ്രദേശിൽ ഞാൻ ചില മീറ്റിങ്ങുകളുമായിട്ട് പോയിരുന്നു. അരുണാചൽ പ്രദേശ് നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ കാണുന്നതല്ല അരുണാചൽ പ്രദേശ് എന്ന് എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. അവിടെ ഇനിയും വിദ്യാഭ്യാസം എത്താത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ ഇനിയും മെഡിക്കൽ. ഞാൻ പോയ പാർസിപ്പാല എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഒന്ന് സന്ദർശിക്കാനിടയായി. ആ സ്ഥലത്ത് പോലും ഒരു ആശുപത്രി എന്ന് പറയുന്ന സ്ഥലമില്ല, ഒരു ആശുപത്രി ഇല്ലാത്ത സ്ഥലമാണത്. അവിടെ ഈ പറയുന്ന സിസ്റ്റേഴ്സ് അവിടെയുണ്ട്. സിസ്റ്റേഴ്സാണ് മരുന്ന് കൊടുക്കുന്നത്, സിസ്റ്റേഴ്സാണ് അവരെ ഗർഭിണികളെയൊക്കെ അവർ അറിയാവുന്നതാണ്. പക്ഷേ അതാണോ നിങ്ങളോടുള്ള സംഘപരിവാറിന്റെ എതിർപ്പിന്റെ കാരണമെന്നായിരുന്നു ചോദിച്ചത്. റിജിൽ മാക്കുറ്റി, ഇവിടെ ഈ പറയുന്ന സ്റ്റാൻ സ്വാമി ചെയ്തുകൊണ്ടിരുന്ന ആദിവാസികൾക്കിടയിൽ അവരുടെ അവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തെ മാവോയിസ്റ്റായി മുദ്രകുത്തി UAP ചാർത്തി അകത്തിട്ട് അദ്ദേഹത്തിന് ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നത്. ഇപ്പോഴും ക്രൈസ്തവ സഭകൾ തങ്ങൾ നേരിടുന്ന ഭീഷണി ആരിൽ നിന്നാണ്, അത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു എന്ന് കരുതാമോ? ശ്രീ അജിംഷ, അത് കേരളത്തിൽ മാത്രമേ ചിലർക്ക് ആ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ നൊച്ചാട് ഉൾപ്പെടെയുള്ള നമുക്കറിയാം, പിന്നെ ബാംഗ്ലൂരിലെ ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘപരിവാർ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലും അതോടെ ചില സ്ഥലത്തുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് BJPയുടെ ഈ മായിക വലയത്തിൽ വീണുപോയത് കൊണ്ടും അതോടൊപ്പം തന്നെ BJPയുമായി ചേർന്ന് നിന്നാൽ എന്തെങ്കിലും നമുക്ക് സ്വാധീനം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്ന് കരുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് നിലപാടെടുത്ത് തീർച്ചയായും കേരളത്തിലുള്ള ആ പുരോഹിതന്മാർക്കും അത് ബോധ്യപ്പെട്ടു
എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ അവരുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. റബ്ബറിന് 400 രൂപയാക്കിയാൽ 300 രൂപയാക്കിയാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ അതേ പിതാവ് തന്നെ ഇന്ന് വളരെ ശക്തമായി കേക്കും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുന്ന രൂപത്തിലേക്ക് അവർ എത്തിച്ചത് ഈ സംഘപരിവാറിന്റെ ഈ നിലപാടായിരുന്നു. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, ഇത് ഒരിക്കലും അംഗീകരിക്കപ്പെടുന്ന ഒരു സംഘടനയല്ല, ഇതൊരു ഭീകര സംഘടനയാണ്, ഇതൊരു വർഗീയ സംഘടനയാണ്, ഇത് ഫാസിസ്റ്റുകളാണ് സംഘപരിവാർ, ബജറംഗദളും അതോടൊപ്പം ഹിന്ദു മഹാസഭയും ഉൾപ്പെടെയുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഇത്തരം സംഘടനകൾ രാജ്യത്തെ അതിതീവ്ര ഭീകര സംഘടനകളാണെന്ന് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അവർക്കും കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഒരു കാര്യം ഇവിടെ ഞാൻ ചോദിക്കുന്നു, ഇവിടെ ക്രിസ്തു മതവിശ്വാസികളെ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെ താലോലിച്ച് അവരോടൊപ്പമാണ് ഞങ്ങളെന്ന് തീർക്കുമ്പോഴാണ് 2022 ഓർഗനൈസറിൽ വന്ന ഫോട്ടോ കവർ സ്റ്റോറിയിൽ വന്നത് എന്താണ്, ഈ ക്രിസ്മസ് പാപ്പയുടെ ചിത്രത്തിന് തീയിടുന്ന ചിത്രമാണ് വന്നത്, തീ കത്തിക്കുന്ന ചിത്രമാണ് വന്നത്. എന്താണ് അവരുടെ മനസ്സിൽ ഇപ്പം നമുക്കറിയാലോ. ആ രൂപത്തിൽ തന്നെ ക്രിസ്തീയ മതവിശ്വാസികളോടും മുസ്ലിം മതവിശ്വാസികളോടും സംഘപരിവാരം വെച്ചു പുലർത്തുന്നത് വിദ്വേഷമാണ്, വെറുപ്പാണ്. ആ വെറുപ്പ് തന്നെ ഇവിടെ ശശികല ഉൾപ്പെടെയുള്ള സംഘപരിവാരത്തിന്റെ ഇത്തരത്തിലുള്ള വിഷം തുപ്പുന്ന എത്രയോ പ്രസംഗങ്ങൾ ക്രിസ്തീയ മതവിശ്വാസികൾക്കെതിരായി, എന്തിനേറെ പറയുന്നു മദർ തെരേസക്കെതിരായി പോലും എത്ര വൃത്തികേടുകളാണ് ഇവർ പറഞ്ഞത് നമ്മുടെ മുമ്പിലില്ലേ. അതെല്ലാം നമ്മൾ ഇവർ കേട്ടതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ നിന്ന് ഇവർ മുന്നോട്ട് പോയില്ല എന്നുള്ള വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു കോൺഗ്രസ് ആണ് നിലപാടെടുത്തതെന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെ വല്ലാതെ അങ്ങ് കരിവാരി തേക്കാൻ ശ്രമം നടന്നു. പക്ഷെ ഞാൻ പറയുന്നത് കഴിഞ്ഞ എല്ലാ ദിവസങ്ങൾ ചർച്ചയിലും ഈ പ്രതിനിധി അല്ലാതെ മറ്റ് ചാനലുകളിലൊക്കെ തന്നെ CPM പ്രതിനിധികളും ഞങ്ങൾ കൊണ്ടുവന്ന നിയമമാണെന്ന് BJP-കാരൻ പറയുന്നത് പോലെ ആവർത്തിച്ച് പറയുന്നത് കേട്ടത് കൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. പിന്നൊരു കാര്യം, നിങ്ങൾ BJP-യുമായി സഹകരിക്കാത്തവർ, നിങ്ങൾ BJP-യുമായി ചേർക്കാത്തവർ നിങ്ങളുടെ പാഠശാലയിൽ പഠിച്ചിട്ട് വേണോ ഞങ്ങൾ RSSനെ എതിർക്കാൻ? രാഹുൽ ഗാന്ധി രാജ്യത്ത് RSSനെതിരായുള്ള യാത്ര നടത്തുമ്പോൾ, ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ നിങ്ങളുടെ നിലമ്പൂർ സ്ഥാനാർത്ഥി പറഞ്ഞ ജാഥയെക്കുറിച്ച് എന്താ പറഞ്ഞത്? എന്താ ജാഥയെ ആക്ഷേപിച്ചത്? പൊറോട്ട അടി തിന്നാൻ നടക്കുന്ന ജാഥ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതല്ലേ? അത് മാത്രമാണോ? അല്ല അപ്പൊ കുറെ പറഞ്ഞല്ലോ. ഈ രാജ്യത്ത് RSSന് പിന്തുണ ലാൽകൃഷ്ണ അഡ്വാനിയുമായി ഒന്നിച്ചു ചേർന്ന്, അടൽ ബിഹാരി വാജ്പേയി ഒന്നിച്ചു ചേർന്ന് ജനസംഘമുള്ള ഘട്ടത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ VP സിംഗിന്റെ സർക്കാരിന്റെ കാലത്തും ഒന്നിച്ച് മത്സരിച്ചവരല്ലേ നിങ്ങൾ, ഒന്നിച്ച് മുന്നണിയിൽ നിന്നവരല്ലേ നിങ്ങൾ? ലാൽകൃഷ്ണ അഡ്വാനി പാലക്കാട് വന്ന് നിങ്ങളുടെ ഈ അടുത്തും അന്തരിച്ചു പോയ CPM നേതാവ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പാലക്കാട് വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ വന്നത്? ഇപ്പൊ കേരളത്തിൽ പോലും നിങ്ങൾ എടുക്കുന്ന നിലപാടെന്താ? നിങ്ങൾ BJP-യുടെ ഒരു B ടീമല്ലേ? നിങ്ങൾ പറയുന്ന, പ്രത്യേകിച്ച് കൂത്തുപറമ്പ് രക്തസാക്ഷിക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ഒരു ദേവദാസ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നിങ്ങൾ പ്രതിയ എന്ന് പറഞ്ഞ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പ്രതിയ നിയമസഭയിൽ പറഞ്ഞ ഒരാളെ, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ചീഫായി നിൽക്കുന്ന ഒരാളെ, അത്രയേറെ BJP-ക്ക് വിശ്വസ്തമുള്ള, RSSന് വിശ്വസ്തമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കേരളത്തിൽ DGP ആക്കി മുന്നോട്ട് കൊണ്ടുപോയത് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? നിങ്ങളല്ലേ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ എന്ന് പറഞ്ഞ് RSSന് വെള്ളപൂശുന്നത് പോലെ ഈ നാട്ടിൽ മുഴുവൻ ഇസ്ലാമോഫോബിയ പടത്തിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല ഈ നാട് മറന്നുപോയിട്ടുണ്ടോ? ആ ജമാഅത്ത് ഇസ്ലാമിയെ തർക്കമായി മാറേണ്ടതില്ല. ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടത് വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ റിജിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ്. കൂട്ടിച്ചേർന്നാലും CPM MLA ആ ബില്ലിനെ പിന്തുണച്ചു എന്ന വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചൂണ്ടിക്കാട്ടിയത്. നിങ്ങൾ തമ്മിലൊരു തർക്കമായി മാറേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ CJP മുന്നണിയല്ലേ നിങ്ങൾ? കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയല്ലേ നിങ്ങൾ? നിങ്ങൾ ഒന്നിച്ചല്ലേ? അജീംസ് വിഷയം മാറിപ്പോകുന്നു. ജനതാ പാർട്ടിയുടെ ഭാഗമായി കെ സുധാകരൻ മത്സരിച്ചിരുന്നു. കെ സുധാകരൻ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. കെ സുധാകരൻ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരുപാട് നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനപ്പുറം മിഷണറി പ്രവർത്തനം നടത്തുന്നവരാണ് അവർ. ആതുരാലയങ്ങളുണ്ടാകും. അവർക്ക് ഈ കൺവേർഷൻ അവരുടെ ഒരു അജണ്ടയായി തോന്നുന്നില്ല. കേരളത്തിൽ പോലും അവരിപ്പോൾ ഒരു മതപരിവർത്തന ശ്രമങ്ങൾ നടന്നതായി തോന്നുന്നില്ല. പക്ഷേ ഈ ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീകൾ പ്രസാദ് മലബാർ സഭയിൽപ്പെട്ടവരാണ്. അവിടെ ആ വിഷയം യഥാർത്ഥത്തിൽ BJP അതല്ലേ ഉന്നയിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നം മതപരിവർത്തനമാണെങ്കിൽ ഷാബു പ്രസാദ് അവിടെ ഉന്നയിക്കപ്പെടേണ്ട വിഷയം അതല്ല. അവരങ്ങനെ ചെയ്യുന്നവരല്ല എന്ന് പറയല്ലേ വേണം. ശരി ശരി, നിങ്ങളുണ്ടായിരിക്കും. ഷാബു സംസാരിക്കട്ടെ പ്ലീസ്. ചർച്ച താങ്കൾ വഴിതിരുത്തണ്ട. ശരി, ബംഗാളിൽ നിന്ന് നിങ്ങളെ പോയ റെയിൽവേ സ്റ്റേഷനകത്ത് കാണുന്ന പ്ലാറ്റ്ഫോമിൽ കാണുന്ന ചെങ്കോടി മാത്രമേ നിങ്ങൾക്ക്
നിങ്ങൾ ബി ജെ പിയിലേക്ക് നിങ്ങളെ റിജിൽ, ബംഗാളിൽ please, നിന്ന് എനിക്ക് പോയ ആളെ ചർച്ച ചെയ്യാൻ സംസാരിക്കണം. സമയമില്ല, അതുകൊണ്ടാണ്. പ്ലീസ് ബഹളം വെക്കല്ലേ. ഇന്ന് ബി ജെ പി റിജിൽ, ബഹളം വെക്കല്ലേ, please. പക്ഷേ ഛത്തീസ്ഗഡിൽ ആളുകൾ വേട്ടയാടി, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ വേട്ടയാടി. ശരി, നിതീഷ്, please, എനിക്ക് ചർച്ച ചെയ്യാൻ കുറച്ച് സമയമുള്ളൂ, പ്ലീസ്. ഷാബു എന്റെ ചോദ്യം കേട്ടെങ്കിലും മറുപടി പറയൂ, പ്ലീസ്. ദയവായി റിജിലിനെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ, പ്ലീസ്. ചർച്ച അവസാനിപ്പിക്കണം, അതുകൊണ്ടാണ്. ബോണ്ടിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആ ചെങ്കൊടി ഉണ്ടായിട്ടുണ്ട്. ശരി 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 ഷാബു പ്ലീസ് ഒന്ന് പറയൂ, സമയം പോവാ. നിതീഷ് സ്വീകരിക്കാൻ നല്ലത്, സ്വീകരിക്കണം, സ്വീകരിച്ചാൽ നല്ലത് എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഛത്തീസ്ഗഡിൽ കാണുന്നില്ല. ആരാണ് ഏറ്റവും വലിയ BJP വിരുദ്ധൻ എന്നുള്ള കോമ്പറ്റീഷനിൽ ഇവർക്ക് ആർക്കെങ്കിലും ഒന്ന് ഗപ്പ് കൊടുത്തേക്ക് കേട്ടോ. എന്നിട്ട് ആ മത്സരമാണല്ലോ ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഇനി പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഞാൻ ഇപ്പൊ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കണമെന്നുള്ളതോ അല്ലെങ്കിൽ അവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നീതിപൂർവമായി നടക്കണമെന്നോ ഉള്ളതൊന്നുമല്ല. പരമാവധി ദിവസം അവർ ജയിലിൽ തന്നെ കിടക്കണം. അതിൻ്റെ അകത്തൂടെ എത്രമാത്രം ഇവിടെ BJPക്ക് എത്രമാത്രം കോട്ടമുണ്ടാക്കാൻ കഴിയും, കേരളത്തിൽ എന്തുമാത്രം ഏതൊക്കെ തരത്തിൽ BJPയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കും കഴിയും എന്ന കാര്യത്തിലാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളതെന്ന് തോന്നുന്നു. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും അധികം ക്രിസ്ത്യൻ MLA-മാർ ജനപ്രതിനിധികളുള്ളത് BJPക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരിവർഗ പിന്നോക്ക വിഭാഗ ജനപ്രതിനിധികളുള്ളത് BJPക്കാണ്. ഈ രാജ്യത്തിന്റെ പ്രസിഡന്റായി ഒരു ഗിരിവർഗ വനിതയെ നിയമിച്ചത് BJPയാണ്. ഇതിനു മുമ്പിരുന്ന പ്രസിഡന്റ് ഒരു പിന്നോക്ക ദളിതായിരുന്നു. ഇതെല്ലാം ചെയ്തതും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പിന്നോക്ക വിഭാഗ ഗിരിവർഗ മേഖലകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും അംഗീകാരവും എല്ലാമുള്ള പാർട്ടിയാണ് ഇന്ന് നിങ്ങൾ ഈ പറയുന്ന പിന്നോക്ക വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധ, ക്രിസ്ത്യൻ വിരുദ്ധ ഭീകര സംഘടന എന്ന് പറയുന്നത്, ഈ രാജ്യം ഭരിക്കുന്ന സംഘടന എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഇവിടെ റിജിലും മിണ്ടുന്നില്ല. 68-ൽ ശരി വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അതിനുശേഷം എത്ര തവണ കാലം എത്ര കഴിഞ്ഞു, 19 വർഷം കഴിഞ്ഞു. ഇത്രയും കാലത്തിനിടയിൽ എത്ര കോൺഗ്രസ് ഗവൺമെന്റുകൾ ഇവിടെ വന്നു. ഛത്തീസ്ഗഡ് ഉണ്ടാകുന്ന 2000 ആണ്ടിലാണ്. അവിടെ വരുന്ന ആദ്യത്തെ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ് അജിത് ജോഗിയുടെ നേതൃത്വത്തിൽ. ആ അജിത് ജോഗിയുടെ നിങ്ങൾക്ക് നിയമം മാറ്റാമായിരുന്നല്ലോ. ഇനിയും ഇതേ നിയമം മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ടല്ലേ 2022-ൽ 4 പള്ളിയിലച്ചന്മാരെ ഇവർ അറസ്റ്റ് ചെയ്തത്, ഇതേ കോൺഗ്രസ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തത്. പ്രസാദ്, ആ നിയമത്തിൽ കുറെ കൂടി മനുഷ്യത്വം ഉണ്ടായിരുന്നു. അത് മതസ്വാതന്ത്ര്യ നിയമം എന്നാണ് അറിയപ്പെട്ടത്, മതപരിവർത്തന നിരോധന നിയമം എന്നല്ല. ഇത് മാത്രമല്ല, ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആണ് അത് എതിർത്തിട്ടുള്ളത്. പക്ഷേ BJP സർക്കാർ പിന്നീട് കൊണ്ടുവന്ന നിയമങ്ങൾ അങ്ങനെയല്ല. ഇതുപോലെ നിരപരാധികളെ വേട്ടയാടാനുള്ള കൂട്ടിച്ചേർക്കൽ നടത്തി, നിങ്ങൾ കൂട്ടിച്ചേർക്കൽ നടത്തി, നിങ്ങൾ അതിനെ നടത്തിയിട്ടാണ് നിങ്ങൾ അത് നടത്തിയത്. ശരി, എന്തായാലും കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതിയിൽ എതിർപ്പ് അറിയിച്ചെങ്കിലും ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളുടെ വെറാസിറ്റി പരിശോധിച്ച് കോടതി അവർക്ക് ജാമ്യം നൽകും എന്ന പ്രതീക്ഷയിലാണ് സഭാ നേതൃത്വവും ക്രൈസ്തവ വിശ്വാസവും ഉള്ളത്. വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ്, റിജിൽ മാക്കുറ്റി, നിതീഷ്, പാട്രിക് മൈക്കൽ, റിജു കാഞ്ഞുകാരൻ ഇത്രയും സംസാരിച്ചവരുടെ